കുറുമ്പുകൂട്ടിലെ കുഞ്ഞു മണിമുത്ത് നമ്മുടെ ക്ഷേത്രക്കുട്ടി എത്തുന്നു. വെൽക്കം ക്ഷേത്ര. അതെ അതെ അതെ, ഞാൻ തന്നെയാ. ഓ, അത് ഇതൊക്കെ പോയല്ലേ ദാടിയൊക്കെ. നല്ലതാണോ? മീശയും കൂടെ എടുപ്പിക്കണോ? മീശയും പിരിയും കൂടെ എടുത്താലോ? ആ, കൺപീലിയും അപ്പോഴേ ജയിലിൽ പിടിച്ചിടും. ആകുള്ള ഐഡന്റിറ്റി അത്. ക്ഷേത്രക്കുട്ടി ക്ഷേത്രാന്ന് വിളിക്കരുത്, ഞാൻ പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ക്ഷേത്രാന്ന് വിളിച്ചാല് ഇല്ല, ഞാൻ ക്ഷേത്രാന്ന് വിളിക്കത്തില്ലണ്ണ, എനിക്ക് പറ്റത്തില്ല. ഞാൻ അല്ലെങ്കിലും ക്ഷേത്രന്നൊക്കെ ആരെയും വിളിക്കുവോ? സത്യം. അല്ല, ഇവിടെ ആരെങ്കിലും ക്ഷേത്രാന്ന് വിളിച്ചാൽ ഞാൻ എങ്ങനെ വിളിക്കാറുണ്ടോ ക്ഷേത്ര? ഇല്ലല്ലോ. കണ്ടോ, അതെ ഇപ്പൊ വിളിച്ചല്ലോ. ക്ഷേത്രയാണോ പറഞ്ഞ് എന്നെ ഒയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ക്ഷേത്ര. ക്ഷേത്ര ഞാൻ മാത്രമല്ലേ കറക്റ്റ് ആയിട്ട് വിളിക്കും. എന്റെ ഡാഡാന്റെ മാത്രമേ പാവ. അയ്യോ, അല്ല, ഞങ്ങളെന്താ പാവങ്ങളല്ല? എന്താ ഞങ്ങള് പാവങ്ങളല്ലാത്തതിന്റെ കാരണം എന്താന്ന് പറയൂ? കണ്ടാ അറിയാലോ. അതത്ര വലിയ തെറ്റാണോ? അത് തെറ്റാണോ മക്കളെ? അല്ല, പല്ല് തേച്ചില്ലെങ്കിലും അങ്ങനെ തെറ്റ് വരും മക്കളെ. ദിവസമായി ഞങ്ങള് പല്ല് തേക്കാറില്ല. ആന പല്ല് തേക്കോ? ആന തേക്കോ? പശു തേക്കോ? പിന്നെ അതിന്റെ പാല് കറന്ന് കുടിക്കുന്നില്ല. അതിന്റെ പാലല്ലേ മോള് കുടിക്കുന്നേ? പിന്നെ കുടിക്കും. പാലുണ്ട് വേറെ. എരുമപ്പാല്, കഴുതപ്പാല്, ഒട്ടകപ്പാല്. ഇതൊന്നും പല്ല് തേക്കത്തില്ല മക്കളെ. ഒട്ടകപ്പാല് ഇവരാരും പല്ല് തേക്കത്തില്ല, ഞങ്ങളും തേക്കത്തില്ല. 50 ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്ന ആന തേക്കത്തില്ല. പിന്നെ എല്ലാം പോട്ടെ, 6 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന എനിക്ക് അതാണ് ബെസ്റ്റ്. ഏത് പാട്ടാ? ഓമന തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ, ഓമന തിങ്കൾ കിടാവോ, ഓമന തിങ്കൾ കിടാവോ. പിന്നെ ഓമന തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനിനീര്. അയ്യോ, ഓമന തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനിനീര്. നല്ല പാട്ടാണ്, വെരി ട്രെൻഡി. ഓണം തിങ്കളുണ്ണി പിറന്നാലും ഓരോ കുമ്പിളിൽ കണ്ണീര്. ഇതല്ല എന്റെ ഒറിജിനൽ ട്യൂൺ. ഞങ്ങൾ അങ്ങനെയാ കേട്ടേക്കണേ. ഇല്ലെങ്കിൽ അവര് വായിക്കുവോ? മാനത്തെ കുഞ്ഞിന് വെള്ളൊട്ടു പാത്രത്തിൽ പാക്കഞ്ഞി. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളൊട്ടു പാത്രത്തിൽ പാക്കഞ്ഞി. കണ്ണീരുപ്പിട്ട് കാണാതെ പറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി. പാട്ടെല്ലാം ഉണ്ടാക്കുന്നതല്ലേ? അങ്ങനെയല്ലേ പാട്ടുണ്ടാവണേ? ഇതാണ് ഒറിജിനൽ പാട്ട്. ഇതാണ് ഒറിജിനൽ. ഇതിന്ന് മാറ്റിയാണ്. ഓമന തിങ്കളിലോണം പിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനി. ഞാൻ പറഞ്ഞു കൊടുത്തായത് നേരത്തെ ട്യൂൺ ഇതായിരുന്നു. ട്യൂൺ ആദ്യം അങ്ങനെ ആയിരുന്നു മക്കളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. ക്ഷേത്രക്കുട്ടി, 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 ഓൾ ദി ബെസ്റ്റ്. കറക്റ്റ് ആയിട്ട് വിളിച്ചു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓണം പിറന്ന
ക്ഷേത്രക്കുട്ടി. ബ്യൂട്ടിഫുൾ. അടിപൊളി. ക്ഷേത്രക്കുഞ്ഞെ ബ്യൂട്ടിഫുൾ. മക്കളെ ലവ് യു. ഐ ലവ് യു. 1000 പോലെ. മതി. ഒന്നായാലും മതി. മക്കള് നന്നായിട്ട് പാടി കേട്ടോ. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് തുലാഭാരം എന്ന സിനിമ അല്ലേ? അറിയാം അതൊക്കെ ചെറുതായിട്ട്. ഇത് 1968 സിനിമയാണ് കേട്ടോ, തുലാഭാരം. നന്നായിട്ട് പാടി മോളെ, ഒന്നും പറയാനില്ല. മോളെ ഈ പ്രായത്തിൽ ഇത് ഇനഫ് ആൻഡ് മോർ, ധാരാളം. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, നല്ല ചൂടൊരു കാപ്പി കുടിച്ചു. മക്കളെ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മക്കളെ, സൂപ്പറായിട്ട് പാടി. മക്കൾ അങ്ങനെ പാടിയതുകൊണ്ടാണ് മോടെ പേര് നന്നായിട്ട് ഞങ്ങൾ വിളിച്ചത്. അതെ, കേട്ടില്ലേ? ക്ഷേത്രക്കുഞ്ഞ് പാടി കഴിഞ്ഞപ്പോ ഞങ്ങൾ അതെ പാടി കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് ഷൂട്ട് വരുമ്പോഴത്തേക്കും തെറ്റിച്ച് പറയും. അല്ല, അപ്പോഴും നന്നായിട്ട് പാടിയാ മതി. നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ക്ഷേത്ര മക്കളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ കേട്ടോ. അതൊക്കെ എന്താ പറയണ്ടേ, ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിലുള്ള അത് ബ്യൂട്ടിഫുൾ. അതൊരു ഉഗ്രം കോമ്പസിഷൻ. ഒന്നുറങ്ങൂ. ആഹാ, ആ മോള് പാടിയപ്പോ സത്യത്തിൽ ഉറക്കം വന്നു കേട്ടോ. പിന്നെ കേട്ടിട്ട് അഭിപ്രായം പറയണ്ടേ, ആ ഉറങ്ങിയാ മതി. മക്കളെ ലവ് യു മുത്തേ. ക്ഷേത്രക്കുട്ടി പുതിയ കമ്മലാണോ ഇട്ടേക്കണത്? ജിമിക്കിയുണ്ട്, വെറൈറ്റീസ് ഓഫ് കമ്മലാണ്. ആ മുടിയുടെ ഇടയിൽ എന്തോ കിടന്നിങ്ങനെ തിളങ്ങണു, ഇങ്ങനെ കിടന്ന് ആടുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചതാണ്. ബിക്കോസ് പാട്ടിനെ കുറിച്ച് പറയാൻ ഇത് ക്ഷേത്രക്കുട്ടിയുടെയാണോ കമ്മല്? അത് ശരി. സ്വന്തം എന്താ പറയാനൊരു മടി? നക്ഷത്രയുടെ അത് അമ്മയുടെയാണോ? ഈ കമ്മൽ എപ്പ ചെവിയിൽ ഒന്നും അറിയില്ലായിരിക്കും. നമ്മുടെ രണ്ടുപേരുടെയും കൂടിയാണോ? ആ, ഒരു കമ്മല് ചേച്ചിയുടെ, ഒരു കമ്മല് പിന്നെ എല്ലാം നമ്മള് രണ്ടുപേരും ഷെയർ ചെയ്തു. വെരി ഗുഡ് ഗേൾ. ബാക്കിയെല്ലാം ഷെയർ ചെയ്യും. എന്തായാലും കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ല കുട്ടിയാണ്. ഓക്കെ ക്ഷേത്ര ഇപ്പൊ നല്ല കുട്ടിയാ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞ മഹാ ആലമ്പ അല്ലേ? വേണോ ചേച്ചിയുടെ കൊങ്ങായിക്ക് പിടിക്കും. ശരത്തേട്ട പാവല്ലേ, എത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ചേച്ചി ഉപദ്രവിക്കാറുണ്ടോ ചേച്ചിയെ? അടിക്കുമ്പോഴൊക്കെ എനിക്കാ വഴക്ക് കേൾക്കുന്നത്. ആണോ? ഞാനല്ലേ അടിച്ചത് ആദ്യം. അതെ, വീട്ടിലെ ഏറ്റവും കുറുമ്പി ചിലപ്പോ ക്ഷേത്രക്കുട്ടിയായിരിക്കും അല്ലേ? ആ, വെറുതെ അല്ല, എന്ത് പറഞ്ഞാലും ക്ഷേത്രക്കുട്ടിയെ കുറ്റപ്പെടുത്തണ അല്ല. എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞു കുഞ്ഞാണെന്ന്? അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കുസൃതി വേണോ നിർബന്ധമൊന്നുമില്ല. അതിപ്പോ കുഴപ്പമില്ല മോളെ. അല്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാര്. എനിക്ക് 6 വയസ്സേ. എനിക്ക് 2.5. ഞാൻ ഏഴയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ക്ഷേത്രക്കുട്ടി പാടിയ പാട്ട്. അസലായിട്ട് പാടി ട്ടോ. ഗുഡ് ഗേൾ. ഫാന്റാസ്റ്റിക്. ഓക്കെ ക്ഷേത്രക്കുട്ടി പാട്ട് ഉഗ്രൻ പാട്ടുകാരിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പല്ലവി എൻഡൊക്കെ, ചരണത്തിന്റെ എൻഡൊക്കെ, നോട്ട്സ് ഒക്കെ ഒന്നും ഇവിടെ എവിടെയൊക്കെ വെറൈറ്റി നോട്ട്സ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പാടിയല്ലോ, പിടിച്ച് പാടിയല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുമിടുക്കിയാണ്. അപ്പൊ നമുക്ക് മാർക്ക് കൊടുക്കണ്ടേ? മാർക്കില്ല. അയ്യോ, മാർക്കില്ല. നമുക്ക് എന്തെങ്കിലും ഗോൾഡൻ ഷവർ കൊടുക്കണ്ടേ? പിന്നെ അതേ ഉള്ളൂ നമുക്ക്. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. പോവാ? എന്താ ധൃതി പോകാൻ? പോവാണോ? അത് ശരി. ഇത്ര സ്നേഹം, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ സ്നേഹം? സ്വരവിരുന്നിലേക്ക് ടോപ്പ് സിംഗറിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി ദേവൂട്ടി. വെൽക്കം ദേവനന്ദ. ഓൻ തന്നെ മകളെ. ഇത് ഓന്തന്റെ പ്രേതമാണോ? ഒരു വീഡിയോ കാണാം നമുക്ക്. മഴനിലാവിന്റെ ചിറകുകളിൽ കുളിരായി വരുമോ, ഒഴുകുമീ രാഗവേദനയിൽ ഹൃദയം തരുമോ. അടിപൊളി അടിപൊളി. ഇതേ ഫീലും കൂടെ പാടിയാൽ മതി കേട്ടാ. ഓക്കെ. ദേവനന്ദ അടുത്ത പെർഫോമൻസ് ആണ്. ഇതൊരു മൈൻഡ് ഇല്ലാത്ത ഇവനിങ്ങനെയൊക്കെ അടുത്ത എന്റെ ഗ്രൂമിങ്ങാ. ഓക്കെ ശരി.
ഹലോ, ദേവനന്ദക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു പണി കൊടുത്താലോ? ഓക്കെ ഓക്കെ അപ്പോൾ അവനത് ആവശ്യമായിരുന്നു. ഞാൻ ഓർക്കസ്ട്ര റൂമിലുണ്ടാവും. അഭിനയിക്കുമ്പോഴും ചിരിക്കും. അവനെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ മക്കളെ, എന്തോ സുഖമാണോ? സുഖം. നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? നാട്ടുകാരൊക്കെ ഓന്തന്റെ മക്കൾക്ക് സുഖമാണ് പറഞ്ഞു. അതങ്ങ് പോയി, ആ കാലം അങ്ങ് പോയി അല്ലേ? കാലം പോയില്ല, എന്നാലും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ഇടയ്ക്കിടയ്ക്ക്. എവിടൊക്കെ വെച്ച് ഇവരെയൊക്കെ നാട്ടുകാരെ കാണുന്നേ? അല്ല, മോളിൽ വെച്ചിട്ടാണോ അതോ ട്രെയിനിൽ വെച്ചിട്ടാണോ ബസ്സിലാണോ? ട്രെയിനിൽ അങ്ങനെ പോവാറില്ല. പിന്നെ എങ്ങനെ പോകും? നടന്നു പോകും? കാറിൽ പോകും. കാറിൽ പോകും. ആ കാറിൽ പോകുമ്പോൾ പിന്നെ ആരും കാണാൻ വഴിയില്ല. എവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്തുമ്പോഴത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കും അല്ലേ? നിർത്തില്ല, എന്നാലും കാണും. ഒരു സ്ഥലത്ത് അണ്ണാ ഫ്ലൈറ്റ് പോലെ ഒരു സ്ഥലത്ത് തുടങ്ങി അതിന്റെ ആ ഡെസ്റ്റിനേഷനിലെ നിർത്തത്തുള്ളൂ അല്ലേ മക്കളെ? ഇടയ്ക്ക് ചായ കുടിയും കപ്പലണ്ടിയും ഒന്നും ഇല്ല. ഞാൻ ഇറങ്ങൂല. ആ എങ്ങനെ ഇറങ്ങും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, മോള് അസലായിട്ട് പാടും. നല്ലൊരു ജ്ഞാനസ്ഥയാണ്, നല്ല ശബ്ദമാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ ഓന്തന്റെ മോൻ അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് പൊക്കോളും. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? മഴനിലാവിന്റെ ചിറകുകൾ. പഴനിലാവിന്റെ ആദ്യം പറഞ്ഞല്ലേ? മഴനിലാവിന്റെ ചിറകുകൾ തുടങ്ങി എങ്ങനെയായിരുന്നു? അല്ലല്ല, മഴനിലാവ് തെറ്റിപ്പോയതാ. അതാ ഞാൻ പറഞ്ഞേ, അത് മറ്റേ തെറ്റിപ്പോയതാ ഓന്തന്റെ. പറഞ്ഞോ മക്കളെ. അപ്പൊ ഡീറ്റെയിൽ പറഞ്ഞു. മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, പാടിയത് ചിത്രാമ്മ, ലിറിക്സ് എസ് രമേശൻ നായർ സാർ. ഓക്കെ. ഇനി ഞാൻ സിനിമ ചോദിക്കുമ്പോ മാറ്റി പറയൂ. ഇല്ല, മേഘസന്ദേശം. നല്ലൊരു പാട്ട്. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക്
കലക്കി. എന്റെ ദൈവമേ, അടിപൊളി. താങ്ക് യു സർ. ആസലായിട്ട് പാടി. ആസലായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ദേവനന്ദ എന്തോ സമ്മതിച്ചെന്നിരിക്കുന്നത്. കാരണം അതുവരെ ആദ്യമായി എന്നൊക്കെ തുടങ്ങുന്ന ചരണവും രാവിൽ ഈ നിലാവിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം ഒരു വെടിക്കെട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അന്തമിട്ടൊരു സാധനമാണ്. അത് മിക്കവാറും എല്ലാവർക്കും പോവും, 100% അതിൻ്റെ എവിടെയെങ്കിലും പോവും. പക്ഷെ മോൾ അസലായിട്ട് പാടി. താങ്ക് യു സർ. എക്സലൻസി. കാരണം ഒന്നാമത് നല്ല ക്ലാരിറ്റി ഓഫ് വോയിസ്. അതെ അതെ അല്ലേ? നല്ല വോയിസിന് നല്ല ക്ലാരിറ്റി. കാരണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ശബ്ദം. പിന്നെ ഒഴുകുമീ രാഗവേദനയിൽ എന്നുള്ള തുണ്ടുപല്ലവിയിൽ എനിക്കൊരു ശകലം ഒരു തോന്നി. പിന്നെ ആശതൻ എന്നുള്ള സ്ഥലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തലമുടി നാരിങ്ങനെ രണ്ടായിട്ട് കീറി നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം ഫീൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതല്ലാതെ അതിമനോഹരമായിട്ട് പാടി. കാരണം ഇത് മോള് ഒരുപാട് ദിവസം എടുത്താ പഠിക്കാൻ? അതോ 4-5 ദിവസം? 4 ദിവസത്തിന് ഇത് കാണാതെ പഠിക്കാൻ പഠിച്ചു അല്ലേ? എന്നാലും ഇത്രയും ദിവസം, ഒരാഴ്ച കൊണ്ട്, ഒരാഴ്ച തന്നെ വെച്ചോളൂ. അത് ഈ ലിറിക്സ് മുഴുവൻ കാണാതെ ഹൃദയസ്ഥമാക്കുക, അതിനുശേഷം അത് ട്യൂൺ പഠിച്ചിട്ട് അത് തെറ്റാതെ പാടുക. ഒരു വേദിയിൽ പാടുമ്പോഴേ അതിന്റെ വിഷമം അറിയത്തില്ല. അത് സിമ്പിളായിട്ട് പാടിയിട്ട് പോകാനും പറ്റത്തില്ല. അത് പറ്റത്തില്ല. കാരണം അവസാനം 2 കിടപ്പുണ്ട്. പിന്നെ ലാസ്റ്റിൽ വേദനയിൽ അത് ചിത്രയുടെ ഒരു സംഗതിയാണ് ഇട്ടുകൊടുത്ത് ഇരുന്നോ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ട്രിവാൻഡ്രത്ത് റെക്കോർഡ് ചെയ്ത് ബെന്നിയും കണ്ണനുമാണ് ചേട്ടൻ്റെ സ്ഥിരം ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ. അത് അസാധ്യമായിട്ട് നമ്മുടെ ടോപ്പ് ബാൻഡ് ബ്യൂട്ടിഫുള്ളി പ്ലേ. ബ്യൂട്ടിഫുൾ. നിങ്ങൾ അസലായിട്ട്. അതെ, താങ്ക് യു. ഒന്നും പറയാനില്ല. താങ്ക് യു സർ. മക്കളെ, എന്തോ ഉഗ്രം പാട്ട് ചെയ്ത സൃഷ്ടാക്കൾക്ക് പ്രണാമം. മോള് ഉഗ്രായിട്ട് പാടി, തകർത്ത് പാടി. മോള് പാടി തുടങ്ങിയപ്പോഴേ ഞാൻ അവിടെ കിടക്കുക, ഈ കൊച്ചിത് എങ്ങനെ പാടി പറ്റിക്കുക എൻ്റെ അമ്മ. അത് റേഞ്ചും കുരുകുരാന്ന് പറയുന്ന സംഗതി. പക്ഷെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് കൊണ്ട് കണക്ട് ചെയ്തേക്കുന്ന പല്ലവിയിലേക്ക്. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. നമ്മളവിടെ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഇത് നമുക്ക് ഈ പാട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചിന്ത പോയത്. പുതിയതായിട്ട് കേൾക്കുന്ന ഒരാൾ നല്ല രസമായിട്ട് അങ്ങോട്ട് പോവുക. പെട്ടെന്നാണ് അവിടെ മറ്റേ ഒരു മല കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളത് കേട്ടോ. മോള് നന്നായിട്ട് തന്നെ പാടി. നിങ്ങളൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ അതാണ് ഞങ്ങൾക്ക് സന്തോഷം. അല്ല നമുക്ക് വേറെ ഒരു വിധത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ഞങ്ങൾ ദീർഘായുസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇങ്ങനെ പാടിയാൽ മതി. നമ്മൾ സന്തോഷിക്കുമ്പോഴും ഞങ്ങളുടെ ആയുസ് കൂടും. അപ്പോൾ താങ്ക് യു സോ മച്ച് മുത്തേ. ഉഗ്രായിട്ട് പാടി. ഇനിയും മക്കൾ തകർക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. എന്തായാലും പാട്ട് കിടുക്കി, അടിപൊളിയായിട്ട് പാടി കേട്ടോ. ചില സിംഗേഴ്സിനെ കാണുമ്പോൾ പറയാറുണ്ട്, ഈ റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ വരുമ്പോഴേ ഇതൊരു റെക്കോർഡിംഗ് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്റ്റേജ് ലൈവ് മെറ്റീരിയൽ ആണ് എന്നൊക്കെ ചിലർ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ പറയും. ദേവനന്ദ പക്ഷേ അത് രണ്ടും കൂടിയതാണ്. വേദിയിലും നന്നായിട്ട് പാടാൻ പറ്റും, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. അസലായിരിക്കും, ഉഗ്രനായിരിക്കും. നന്നായിട്ട് സ്റ്റുഡിയോയിൽ നന്നായിട്ട് പാടാൻ പറ്റും. നല്ല വോയിസ് ആണ് കേട്ടോ. ദേവു, എന്താ ബ്രില്യന്റ് പെർഫോമൻസ് ആണ്. ഓക്കെ, മധു പറഞ്ഞതുപോലെ തന്നെ സ്റ്റേജിലും പിന്നെ റെക്കോർഡിംഗ്, ഇപ്പൊ തന്നെ റെക്കോർഡിംഗ് വിളിച്ചാലും പാടാൻ പറ്റുന്ന കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റിന് പറഞ്ഞ ഇപ്പൊ വിശക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ആഹാരം കൊടുക്കാം. പിന്നെ ശരത്തേട്ടനോ അല്ലെങ്കിൽ ശ്രീയേട്ടനോ കമ്പോസ് ചെയ്യുമ്പോൾ വിളിക്കണം. അങ്ങനത്തെ ഒരു ടാലന്റ് ആണ് കേട്ടോ. ഒരുപാട് മൈ ഗോഡ്, ആ ഒരു സംഗതി ഒരു തണ്ടർ ബോൾട്ടിനെ പോലെ, ഒരു ഇടിവെട്ട് പോലെ സംഗതി പോലെ തോന്നി എനിക്ക്. അപ്പാ എന്ത് പാടി, മൈ ഗോഡ്, ഗോഡ് ബ്ലെസ് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം മോൾക്ക്. മ്യൂസിക് ഡയറക്ടേഴ്സ് പ്ലീസ് ഗിവ് ഹർ എ ചാൻസ്. സോ ദേവനന്ദ, we are proudly giving you 100 out of 100. Hey, congratulations. ആദ്യ ഒരു ദേവൂസ് പുക്കുറ്റി. താങ്ക് യു സർ. അങ്ങനെ അതിമനോഹരമായ പാട്ടുകൾ കൊണ്ട് നമ്മുടെ ടോപ്പ് സിംഗർ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഫിനാലേക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഓഡീഷൻസ് ഒക്കെ വഴിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ
കാത്തിരിക്കുക. നമ്മുടെ ഇനി മത്സരമൊക്കെ ഒരുപാട് ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്, കുഞ്ഞു ആൾക്കാർക്ക് ടോപ്പ് സിംഗറിൽ പങ്കെടുക്കാനായിട്ട് സീസൺ 5 പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഡീഷനിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക നമ്മുടെ ഒപ്പം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.